എല്ലാ കൂട്ടുകാർക്കും JP നെറ്റ്വർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്കും ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരും നമ്മൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മൾ ഒരു സോളാറിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ വീട്ടിലേക്കുള്ള ഒരു സോളാർ സെറ്റപ്പാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ഈ ഒരു സോളാർ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണ്. നമ്മുടെ വീട്ടിൽ നിന്നും ഏകദേശം 58 കിലോമീറ്റർ ദൂരമുണ്ട്. കറക്റ്റ് സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാലായ്ക്കടുത്ത് കൊല്ലപ്പള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഈ സോളാർ സെറ്റപ്പ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അങ്ങനെ 58 കിലോമീറ്റർ നമ്മൾ ബൈക്ക് ഓടിച്ച് നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അടുത്തൊരു സോളാർ പാനലിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കിയ സമയത്തും നമ്മുടെ സൂര്യനെ കാണാൻ പറ്റിയില്ല. പിന്നെയും സൂര്യനില്ലാത്ത ഒരു സോളാർ പാനലിൻ്റെ വീഡിയോ എടുത്ത് മടങ്ങേണ്ട ഒരവസ്ഥ വന്നിരിക്കുകയാണ്. എന്തായാലും നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് വിക്രം സോളാർ പാനലിൻ്റെ ഒരു 410 വാട്ട്സിൻ്റെ സോളാർ പാനലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റാണ്. വിക്രം സോളാർ 410 വാട്ട്സ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഇൻവെർട്ടർ നമ്മുടെ എറണാകുളം ജില്ലയിലെ കാലടിയിലുണ്ടാക്കുന്ന ഒരു ബീക്കൺ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ സോളാർ ഇൻവെർട്ടർ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അവരുടെ തന്നെ ഒരു 220 AHൻ്റെ സോളാർ ബാറ്ററി നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അതൊരു കോംബോ പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. 410 വാട്ട്സിൻ്റെ ഈ വിക്രം സോളാർ പാനൽ, ഇതിൻ്റെ ഫ്രെയിമിൽ നമ്മൾ ഒരു ഇത്ര വലിപ്പമുള്ള ഒരു സോളാർ പാനലിന് വേണ്ടിയുള്ള ഒരു ഫ്രെയിം, അതിനുള്ള ഉള്ളൊരു കട്ടി, ഒരു ബലം ഈ ഒരു ഫ്രെയിമിന് ഈ പാനലിൻ്റെ കൂടെ ഉണ്ടോയെന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. കാരണം ഇത് രണ്ട് പേരെ എടുത്തുകൊണ്ട് നടക്കുമ്പോൾ ഈ ഒരു പാനലിന് ആ ഫ്രെയിമിൻ്റെ ഒരു ബലക്കുറവ് നമുക്കൊരു ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും പാനൽ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ഫ്രെയിമിൻ്റെ ക്വാളിറ്റി കുറച്ച് മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മളുള്ള കാര്യം നിങ്ങളോട് എല്ലാ വീഡിയോയിലും സത്യസന്ധമായിട്ട് തന്നെ പറയാറുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ സോളാർ പ്രോഡക്റ്റ് എന്ന് മാത്രമല്ല, നമ്മുടെ ഇങ്ങനെയുള്ള എല്ലാ പ്രോഡക്റ്റിനും ഓരോ ദിവസം തന്നെ വില മാറുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ വില നമ്മളോട് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. കാരണം ഇത് ഇന്നും നമ്മൾ കടയിൽ പോയിട്ട് മേടിക്കുന്ന വിലയല്ല ഒരാഴ്ച കഴിയുമ്പോൾ ചെന്ന് ചോദിക്കുമ്പോൾ. അതുകൊണ്ട് നമ്മളിതിൻ്റെ വില ഇവിടെ പറയുന്നില്ല. എന്തായാലും നമ്മളിതൊരു കയറൊക്കെ കെട്ടി സാധനം മുകളിൽ കയറ്റിയിട്ടുണ്ട്. ഇത് കയറ്റി കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഓടിൻ്റെ മുകളിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഓടിൻ്റെ മുകളിൽ വയ്ക്കാനും വലിയ പാടൊന്നുമില്ല. ഒരു 2 ആളുടെ സഹായം എങ്ങനെയായാലും നമുക്ക് ആവശ്യമുണ്ട്. ഇത് കയറ്റുമ്പോൾ ഒരു 4 ആളെങ്കിലും മിനിമം വേണം, അല്ലെങ്കിൽ കുറച്ച് പണിയാണ്. കാരണം ഒരു അത്യാവശ്യം വലിപ്പമുണ്ട്. ഒരു 24 കിലോ ഒക്കെ വെയിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു ഈ സാധനത്തിന്. അതുകൊണ്ട് തന്നെ ഇത് ഇത്ര വലിപ്പമുള്ളത് കൊണ്ടും ഇതും ഓടിൻ്റെ മുകളിലേക്ക് കയറ്റാനുള്ള പാടക്ക് കാരണം ഒരു 4 പേരുടെ ആവശ്യം മിക്കവാറും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഈ വിക്രം സോളാറിൻ്റെ 410 വാട്ട്സിൻ്റെ സോളാർ പാനലിൽ നമുക്ക് ലഭിക്കുന്ന VOC എന്ന് പറഞ്ഞാൽ 49.9 വോൾട്ടാണ്. പിന്നെ ഇതിൻ്റെ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10.59 ആംപിയറാണ്. പിന്നെ ഇതിൻ്റെ റേറ്റഡ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 41.8 വോൾട്ടാണ്. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ മെയിൻ കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. നമ്മുടെ കൂട്ടുകാരാണ് ഈ ഒരു സോളാർ പാനലെടുത്ത് ഇതിൻ്റെ മുകളിൽ കയറ്റി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇടയ്ക്ക് അവർ പൊങ്ങി നോക്കുന്നുണ്ട്, നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. എന്തായാലും നമ്മൾ ഇവിടെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അവർ പണി നിർത്തി വെച്ചിരിക്കുകയാണ്. ഈ സോളാർ പാനൽ വെച്ചിരിക്കുന്നതിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് ഇൻവെർട്ടർ നമ്മൾ വെച്ചിരിക്കുന്നത്. ഇത് MPPT സെപ്പറേറ്റ് ആയിട്ടുള്ളതല്ല, നമ്മൾ ഒരു ഇൻവെർട്ടറിൽ ഇൻബിൽറ്റായിട്ട് MPPT വന്നിരിക്കുന്നതുകൊണ്ട് ഡയറക്റ്റ് നമ്മൾ ഇൻവെർട്ടറിലേക്ക് തന്നെയാണ് കൊടുക്കുന്നത്. നമ്മളിവിടെ DC കേബിൾ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 4 സ്ക്വയറിൻ്റെ DC കേബിളാണ്. ഇത് വളരെ ദൂരം കുറവാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 6 മീറ്ററൊക്കെയാണ് ഏകദേശം എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക്
ഒരു എനർജി ലോസും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇതാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഇൻവെർട്ടർ. ഇത് ബീക്കൻ്റെ ഒരു 12 വോൾട്ട് ബാറ്ററി കണക്ട് ചെയ്യുന്ന ഒരു ഇൻവെർട്ടറാണിത്. ബീക്കൺ തന്നെ ഒരു 220 AHൻ്റെ C10 ബാറ്ററി തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന് 60 മാസം വാറണ്ടി കമ്പനി തരുന്നുണ്ട്. അവരുടെ തന്നെ ഇൻവെർട്ടറും നമ്മൾ യൂസ് ചെയ്തു. എന്തായാലും ഒരു അത്യാവശ്യം കാണുമ്പോഴും ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. ഇത് ആദ്യമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്തായാലും ഇൻവെർട്ടർ കണ്ടിട്ടും ഇതിൻ്റെ ഒരു വർക്കിങ്ങും വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല എന്ന് നമുക്ക് പറയാം. ഇതിൻ്റെ ബാക്ക് സൈഡിലാണെങ്കിൽ നമുക്ക് നമ്മുടെ KCB ലൈൻ കട്ട് ചെയ്ത് സോളാറിൽ നിന്ന് മാത്രം ചാർജ് ചെയ്യാൻ പാകത്തിന് ഒരു സ്വിച്ച് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു MPPTയിൽ നമുക്ക് മാക്സിമം ഇതിൻ്റെ VOC എന്ന് പറഞ്ഞാൽ 50 വോൾട്ടാണ്. അപ്പോൾ 50 വോൾട്ട് വരെയുള്ള VOC ഉള്ള സോളാർ പാനൽ ഇതിനകത്ത് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇതാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന സോളാർ ബാറ്ററി. ഇത് 220 AH ആണ്. 60 മാസം വാറണ്ടി തരുന്നുണ്ട്. നമ്മളിവിടെ DC കേബിളും സോൾഡർ ചെയ്തിട്ട് തന്നെയാണ് നമ്മുടെ ഇൻവെർട്ടറിലേക്ക് കണക്ട് ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ ഒരു DC കേബിളോ അല്ലെങ്കിൽ AC കേബിളോ എന്തെങ്കിലും ഇങ്ങനെ സ്ക്രൂ ഇട്ട് മുറുക്കുമ്പോൾ നമ്മളിത് ശരിക്കും സോൾഡർ ചെയ്തിട്ട് ഉപയോഗിക്കണം. അല്ലെങ്കിൽ ഈ സാധനത്തിലവിടെ ചെറിയ സ്പാർക്കിംഗ് ഉണ്ടായിട്ട് അവിടെ ക്ലാവൊക്കെ പിടിച്ച് നമുക്ക് എനർജി നഷ്ടവും പിന്നെ അവിടെ ചിലപ്പോൾ മൊത്തം ക്ലാവ് പിടിച്ച് ചിലപ്പോൾ ഇത് കണക്ഷൻ വരെ കട്ടായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കണക്ട് ചെയ്യുന്ന ഭാഗവും അതുപോലെ കമ്പനിയുടെ അവിടെ നമ്മൾ മേടിക്കുമ്പോൾ കമ്പനി കണക്ട് ചെയ്ത് വരുന്ന ഭാഗവും 2 ഭാഗവും നമ്മൾ കറക്റ്റായിട്ട് തന്നെ മുറുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം കമ്പനിയിൽ നിന്ന് വരുമ്പോൾ ചിലപ്പോൾ കറക്റ്റായിട്ട് മുറുക്കിയിട്ടുണ്ടാവുമെന്ന് പറയാനൊന്നുമില്ല. 2 സ്ഥലം നമ്മൾ ശരിക്കും ടൈറ്റായിട്ട് മുറുക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ നമ്മൾ കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കവിടെ സ്പാർക്കിങ്ങോ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. വളരെ നീറ്റായിട്ട് തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. എന്തായാലും നമ്മൾ ലാസ്റ്റ് കണക്ട് ചെയ്തിട്ട് ഉള്ള ഡിസ്പ്ലേയിൽ കാണുന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ ലോഡൊന്നും അങ്ങനെ വലിയതായിട്ട് കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഓൺ ആക്കിയിട്ടുള്ളൂ. എന്തായാലും ഇതുമുള്ള അടിപൊളി സോളാർ വീഡിയോ ആയിട്ട് നമ്മൾ ഉടൻ എത്തുന്നതായിരിക്കും. ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി എൻ്റെ എല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. തുടർന്നും ഇതിനേക്കാളും കുറച്ചുകൂടെ നല്ലൊരു സോളാർ വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇപ്രാവശ്യം നമുക്ക് വെയിൽ ഇവിടെ വലിയ കാര്യമായിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് നമുക്ക് അത്ര സെറ്റപ്പായിട്ട് കാര്യങ്ങളൊന്നും എടുക്കാൻ സാധിച്ചില്ല. എന്തായാലും ഇനിയൊരു നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഉടൻ തന്നെ നമ്മൾ എത്തുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും എൻ്റെ എല്ലാ നന്ദി പറഞ്ഞുകൊള്ളുന്നു.